നിങ്ങൾ എടാ ജോയിലേ, ഒന്നിങ്ങ് വന്നേ, ഇവിടെ ഒരു ഐറ്റം വന്നിരിപ്പുണ്ടേ. ഇതിനെവിടെ കണ്ടിട്ടുണ്ടല്ലോ? ആണോ? നീ ശരിക്കും നോക്കിയേ. ആ കിട്ടി കിട്ടി. നമ്മൾ 2 ആഴ്ച മുമ്പ് പള്ളിയിൽ വെച്ച് കണ്ടില്ലായിരുന്നോ? നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ലേ ഇതുപോലത്തെ ഒരെണ്ണം? എനിക്ക് അത്രയ്ക്ക് അങ്ങട്. അതെ, നിങ്ങളുടെ അമ്മയും മോന്റെ നാടകം കഴിയാണ് എന്നോടൊന്ന് പറഞ്ഞു. എന്താ ഇങ്ങോട്ട്? നിങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞാ എന്നാ ഞാൻ പറയാം. പറഞ്ഞു എന്തേലും കാലിച്ചൂട്ടി വന്നിട്ടുണ്ടാവുമല്ലോ. ഞാൻ പറയുന്നില്ല. നീ പറ, പെടങ്ങല്ലേ. അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകൊച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അങ്ങ് ചെറിയ കാര്യമൊന്നുമല്ല, ഒരുപാടുണ്ടാവും തലയിൽ ആലോചിക്കാൻ. പിന്നെ നമ്മുടെ പോലത്തെ 4-5 പേരടങ്ങുന്ന ഒരു ഫാമിലി ഒന്നും അല്ലത്. ഇവിടുത്തെ പ്രജകളും അവിടുത്തെ ഫാമിലി ഉണ്ടല്ലോ, വലിയ ഫാമിലിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം 1-2 ദിവസമൊക്കെ അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ അവർക്കൊക്കെ ഉണ്ടല്ലോ എന്നെ വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് എന്റെ വയറ് വയ്യാണ്ട്. ഇവിടെ എന്താ ഉണ്ടാക്കിയേ? പുട്ടും കടലേ. എന്നിട്ട് തീർന്നോ? അങ്ങ് 2 പേർക്ക് ഒരു ചെറിയ കഷ്ണം മതിയല്ലോ, അങ്ങനെ രാവിലെയും കഴിച്ചു. നീ ബാക്കി പറ, എവിടേക്ക് പോയി? ഞങ്ങൾ എവിടെയൊക്കെ പോയെന്ന് ചോദിച്ചാ, ഞങ്ങള് ഫാമിലി ആയിട്ട് വണ്ടർല പോയി, ഫാമിലി ആയിട്ട് കൊടൈക്കനാലിൽ പോയി, പിന്നെ ഫാമിലി ആയിട്ട് വർക്കലയിലും പോയി. ഫാമിലി അല്ലാണ്ട് എവിടെയും പോയില്ലേ? പോയല്ലോ, ഞാനും സിബിച്ചേട്ടനും പിന്നെ പപ്പയും മമ്മിയും കൂടെ ഞങ്ങള് മൂന്നാർ പോയായിരുന്നു. അവര് ഫാമിലി അല്ലേ? ഇതെന്നാ വർത്താനം അമ്മേ പറയുന്നത്? അവരെ വീട്ടിലൊറ്റയ്ക്കാക്കിട്ട് പോകാൻ പറ്റൂടാ. ഹണിമൂൺ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. ഐ മീൻ ഞാനും സിബി. ഈ പ്രൈവസി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. അല്ലാണ്ട് ഞാനൊന്നും ആരെയും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ആയിക്കോട്ടെ അമ്മ, ഞാനെന്നാ പോയി ഉച്ചത്തേക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് വരാം. ബീഫ് മതി. ബീഫ് ആവുമ്പത്തേക്കും ആ ശരി. ഒന്ന് എന്ത് തിന്നോ എന്തോ. അവിടെ എങ്ങനെയാണ് അലക്കൊക്കെ? മെഷീനൊക്കെ ഉണ്ട് മമ്മി. ഫുള്ളി ഓട്ടോമാറ്റിക്കാ? സെമി. നീ എന്നെ ആലോചിക്കുന്നേ? മമ്മി, നമ്മൾ ഈ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ എവിടെയാ കൊണ്ട് വിരിക്കുക? സിബിയുടെ മമ്മിയോട് അങ്ങ് ചോദിച്ചാൽ പോരെ? അത് ഞാൻ ചോദിച്ചു മമ്മി. അപ്പൊ എന്നോട് പറഞ്ഞ് എവിടെ വേണമെങ്കിലും കൊണ്ട് വിരിച്ചു പോകണം. ഇത് ആദ്യത്തെ ഒരു കളുപ്പൊക്കെ ഉള്ളൂ, ഇത്ര അധികം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളതേ പുറമെ ഇടുന്ന ഡ്രസ്സ് പോലെ അകത്തിടുന്ന ഡ്രസ്സ്, ഇത്രയല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, സിബിയായിട്ട് എങ്ങനെയാ, എല്ലാം സെറ്റല്ലേ? ചേട്ടായി പാവാ മമ്മി, എനിക്ക് ആവശ്യത്തിന് ഫ്രീഡം ഒക്കെ തരുന്നുണ്ട്. എനിക്ക് മമ്മീനെ പോലെ നാവാൻ പറ്റുന്നു. ഇടി, നിന്റെ അപ്പനെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പേടിച്ചോറിയായിരുന്നു. അങ്ങേറ ബടായും ഈ പേടിയൊക്കെ നിനക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞുള്ളൂ, അല്ലാണ്ട് എന്നെ പോലെ ആവാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല പിന്നെ മമ്മിയെ പോലെ ആവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ ഈ ചെറുപ്പം തൊട്ടേ കാണാൻ തുടങ്ങിയല്ലേ മമ്മി പപ്പായ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ ഈ ബഹുമാനം കൊടുക്കുന്നത്. എപ്പൊ നോക്കിയാലും ചേട്ടായി ചേട്ടായി വിളിച്ചോണ്ട് കൊണ്ടല്ലേ അത് നടന്നേ. ദേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, എന്റെ കെട്ടിയോനെ ഞാൻ ചേട്ടായി ഒന്ന് വിളിച്ചൊന്ന് വന്നേക്കരുത്. ഞാൻ പേരെ വിളിക്കുള്ളൂ, സിബി. ആയിക്കോട്ടെ. ദേ സിബി വിളിക്കുന്നു. ആ ചേട്ടായി, ഞാൻ മമ്മിയായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു. ആ ഇവിടെ എടാ ജോയിന്, നീ ഇതൊക്കെ ചെയ്യൂ? നിന്റെ കല്യാണം കഴിഞ്ഞ് പണി മൊത്തം കിട്ടിയത് എനിക്കാ. മമ്മി എന്നെ നിലത്ത് നിർത്തില്ല. രാവിലെ എണിച്ച് മുറ്റടിപ്പിക്കുന്നു, ചോറുണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, പാത്രം കഴുകാൻ പഠിപ്പിക്കുന്നു, സ്വന്തം തുണി കഴുകാൻ പഠിപ്പിക്കുന്നു. കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വിടുന്നു, അതും ലിസ്റ്റ് പോലും തരാണ്ട്. മമ്മിക്ക് ഇതെന്ത് പറ്റി? ഇനിയിപ്പം ഞാൻ പോയതിന്റെ വല്ല ഡിപ്രഷൻ എന്തെങ്കിലും ആണോ? പിന്നെ അതൊന്നുമല്ല, എന്നോട് പറഞ്ഞത് വീട്ടിലേക്ക് വരുന്ന പെണ്ണിന്റെ പ്രാക്ക് മേടിക്കാൻ പറ്റില്ല. ഞാൻ അത്രയ്ക്ക് മോശമാണോ? നീ ഏറെക്കുറെയൊക്കെ മോശം. ബീഫല്ലേ? പിന്നെടാ, ഞാനില്ലെങ്കിലും മമ്മിക്ക് നീ കുറവൊന്നും വരത്തില്ലേ? അപ്പൊ ഞാനില്ലാത്തതിന്റെ കുറവൊന്നും മമ്മിക്ക്. നീ ഇല്ലാത്തതിന്റെ നീ ഇല്ലാത്തപ്പോഴാ സുഖം.
ഇതേ ഞങ്ങൾ രണ്ടാളും കൂടി എല്ലാ പണിയും വേഗം അങ്ങ് തീർക്കും ഇല്ലടാ. എന്നിട്ട് ഞങ്ങളിത് 8 മണിയാകുമ്പോൾ സ്വസ്ഥമായിട്ട് എനിക്ക് ടി വി കണ്ടിരിക്കാനുള്ള സമയമുണ്ട്. ഞാനുള്ളപ്പോ ഇപ്പൊ എന്താ കുഴപ്പം എന്താ? നീ ഉള്ളപ്പോഴായിരുന്നു കുഴപ്പം. ഇവനെ ആകെയുള്ളത് 3 ഷെഡ്ഡി, 2 ജീൻസ്, ഒരു 2 ടീഷർട്ട്. ഒറ്റ മാസം ഇത് മൊത്തം അലക്കിയാൽ മതി. നീ ഉണ്ടായപ്പോൾ അങ്ങനെയായിരുന്നു. എന്നായിരുന്നു ചിലവ്? എല്ലാ മാസവും പോയി ഓരോ ജോഡി ഡ്രസ്സ് മേടിക്കണം. ഒന്നോ രണ്ടോ ജോഡി ഡ്രസ്സ് മേടിക്കണം. എന്നിട്ട് ഇത് മുഴുവൻ ഞാൻ തന്നെ എടുത്ത് അലക്കണ്ടേ? നിന്റെ തുണി അലക്കിയാണ് എൻ്റെ നടുവില്ലാതായത്. ജോലി നീ ഇത് കേട്ടെ ഈ മമ്മി പറയണേ? മമ്മി ആ ഫുഡിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്ക്. വേണ്ട പോട്ടെ. ഫുഡിന്റെ എന്ത് കാര്യ പറ. നീ ഇവിടെ ഉണ്ടായിരുന്നപ്പം കണക്കറിയണോ? പാല്, ബിസ്ക്കറ്റ്, മുട്ട, പിന്നെ എന്നാ ചിക്കൻ, ബീഫ്, പിന്നെ ഇത് പോരാഞ്ഞിട്ട് എന്നായിരുന്നോ ഒരു സാധനം, അതിന് പേര് ഈപ്പി. അതും എന്നായിരുന്നു ചെലവ്. ഇപ്പതേ ഞങ്ങൾ അമ്മയും മോനും കൂടി വളരെ ലുബ്ധിച്ച് പിടിച്ച് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ കിട്ടിയ പൈസ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത് മതി. മുഴുവൻ കേക്ക് വേളാങ്കണ്ണി പോവാ അടുത്ത മാസം. ധാരാളമായി. എനിക്കിനി ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സാധനം വേണ്ട. ഞാൻ എങ്ങാനും ഇനി ഗർഭിണി ആയി കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് എന്നെ കെട്ടിയെടുക്കണമല്ലോ. എന്നാന്ന് വെച്ചാൽ അമ്മയും മോനും കൂടെ ഉണ്ടാക്കി അങ്ങ് തിന്നോ. ഒന്ന് പറഞ്ഞു. അപ്പൊ ബീഫ് നമുക്ക് കഴിക്കാല്ലേ? അതെ, ബീഫ് ഞാൻ വേണ്ട നിന്നോട് പറഞ്ഞടാ. പറഞ്ഞോ? ഇനി ബീഫ് എങ്ങാനും കുരുമുളക് ഇട്ട് വെച്ചില്ലെങ്കിൽ അപ്പൊ കാണാം. കാണിച്ചേരുന്നുണ്ടേ. പയ്യെ പറ, മമ്മി കേക്കും. പപ്പയ്ക്കും ഇതേ സെയിം ആയിരുന്നു കേട്ടോ. വല്ലപ്പോഴും നിനക്കെന്നെ പരിപാടി? എടാ നമ്മുടെ സ്റ്റോർ റൂമിൽ ഇരുന്ന പഴയ ടി വി അവിടെ അതപ്പുറം ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ഞാൻ കണ്ടില്ലെന്ന്. എന്തായിരുന്നല്ലേ, ഈ നാട്ടിൽ നമ്മുടെ വീട്ടിൽ മാത്രമേ ടി വി ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഇവിടെ വരും ഞായറാഴ്ച സിനിമ കാണും. ഒരു 10-15 പേര് കാണും. അമ്മമ്മയ്ക്കാണെങ്കിൽ അവിടെയുള്ള പകുതി വരെ ഇഷ്ടമല്ല. നീ ആ സമയത്തല്ലേ മറ്റേ വിദ്യേനെ ലൈൻ അടിച്ചത്? നീയല്ലേ തന്നിട്ട് അമ്മയുടെ തോർന്ന് കൊളാക്കിയേ? മോനെ, നീ ആ സമയത്ത് രേപ്പടം കണ്ട് പപ്പ അടിച്ച് കീച്ചത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ആ സീരിയൽ എഴുതിയ പേര്? കുൽസിത ചരിതം. എന്തടി നിനക്ക് നൊസ്റ്റാൾജി അടിച്ചോ? ആ പഴയ ടി വി തന്നെ മതിയായിരുന്നു. നീയല്ലേ ഒരു 3-4 കൊല്ലം മുമ്പ് ആ ടി വി കൊള്ളൂല എന്ന് പറഞ്ഞ് പുതിയ സ്മാർട്ട് ടി വി ഒക്കെ മേടിക്കണം എന്ന് പറഞ്ഞ ലഹള ഉണ്ടാക്കിയേ? കെട്ടിയവൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവളുടെ നൊസ്റ്റാൾജിയ. പിന്നെ നീ അവിടെ പോയി തപ്പിയത് പഴയ എക്സ്മസ് കാർഡ് ആണെങ്കിൽ അത് മമ്മിയുടെ അടുത്ത് കത്തിച്ചോട്ടാ. എന്നിട്ട് ടി വി ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാ ചോറ് കഴിക്കാം. കമോൺ. അവിടെ വീട്ടിൽ ബീഫൊന്നും വെക്കാറില്ലേ? ഇല്ല മമ്മി, അവിടുത്തെ അമ്മച്ചിക്ക് ബീഫിന്റെ അലർജി ഇല്ലേ, അത് ബീഫൊന്നും മേടിക്കില്ല. കണ്ടോ, ഇതൊക്കെയാ ഫാമിലി. അവിടെ മമ്മിക്ക് അലർജി. ഇവിടെ എനിക്ക് പോർക്ക് ഇഷ്ടമല്ലാന്ന് നിങ്ങൾക്ക് രണ്ടിനും അറിയാം. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെച്ചിരിക്കുന്ന പോർക്ക്. മമ്മി, അതൊരു ആരോഗ്യ കണ്ടീഷനാണ്. അതുകൊണ്ട് മമ്മിക്ക് ഇത് മമ്മിയുടെ ചോയ്സ്. അതൊന്നും പറ്റുള്ളൂ. ഇതെന്നാ ഞാൻ പറഞ്ഞേ, മമ്മിയുടെ ചോയ്സിന് ഒരു വിലയുമില്ല. അത് അന്നും ഇല്ല ഇന്നും ഇല്ല. കുറച്ചുകൂടെ എടുത്ത് കഴിക്കും. ചോറ് കഴിച്ചാ കുറെ വയറ് വയ്ക്കും. സിബിചേട്ടൻ അത് ഇഷ്ടമല്ല. നീ അങ്ങനെ വണ്ണം വയ്ക്കാനൊന്നും പോണില്ല. നീ നിന്റെ അപ്പനെ കൂട്ടാ. ഇത്ര നിന്നാലും വണ്ണം വയ്ക്കത്തില്ല, വയറും ചാടത്തില്ല. എന്നാ മമ്മി കുറച്ച് ചോറ് മഴ. അയ്യോ, പക്ഷെ ബീഫ് ഇത്ര ഉള്ള തീർന്നോ? ഞാൻ എടുത്തോണ്ട് വരാം. നീ കഴിച്ചോടാ. കുറച്ച് കഴി. ബാക്കി ഞാൻ മോളെ, നീ ഉറങ്ങിയോ? എന്താ മമ്മി? ജോയിലേ പുറത്തേക്ക് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അവൻ്റെ ആ പെങ്കൊച്ചില്ലേ? ആരാ നീതുവാ? അവളത് നഴ്സിംഗ് കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ ന്യൂസിലാൻഡിൽ പോകാൻ നിൽക്കുക. അത് കഴിഞ്ഞ ഉടനെ അവൻ്റെ കല്യാണ പരിപാടിയൊക്കെ നോക്കുന്നുണ്ടേ. മമ്മി, അവൻ എത്ര സീരിയസ് ആയിരുന്നോ? ആ ചേക്കൻ ഭയങ്കര സീരിയസ് ആയിരുന്നേ. അല്ല, അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ മമ്മിക്ക് ഇവിടെ ആരാ? ഞാനും അവൻ്റെ കൂടെ പോവും. അല്ല, അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാകത്തില്ലേ? അല്ലെങ്കിൽ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പം ആലോചിക്കാം. നിനക്കവിടെ എല്ലാം ഓക്കെ അല്ലേ?
മമ്മി എങ്ങനെയാ മമ്മിയോട് ജീവിച്ച്? നമുക്കെങ്ങനെയാ ഈ ഒരു പരിചയമില്ലാത്ത വീട്ടിലൊക്കെ ജീവിക്കാൻ പറ്റുന്നത്? അങ്ങനൊന്നും ഓർക്കാൻ പറ്റുന്ന പ്രായമായിരുന്നില്ലല്ലോ എനിക്കന്ന്. പിന്നെ പഴയതൊന്നും ഓർക്കാതിരിക്കണതാണ് നല്ലത്. കേട്ട് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് നിൻ്റെ പപ്പ മസ്കറ്റിൽ പോയതാ. പിന്നെ 2 കൊല്ലം ലീവിന് വന്ന് ജോയലിന് തന്നിട്ട് പോയി. അടുത്ത ലീവിന് വന്ന് നിന്നെയും തന്നിട്ട് പോയി. അതങ്ങനെ ഒരു ഭർത്താവ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മമ്മി, ഞാൻ ഉച്ചകഴിഞ്ഞ് പോവുക. മമ്മി എന്നാ ജംഗ്ഷനെ കൊണ്ടാക്കുമോ? ഞാൻ വരുന്നില്ലേ. എനിക്ക് അല്ലെങ്കിൽ ആ ജംഗ്ഷൻ ഇഷ്ടമല്ല. ഗൾഫുകാരൻ്റെ ഭാര്യ ആയിപ്പോയില്ലേ. അപ്പുറം നല്ലൊരു റോഡ് ഉണ്ടായിട്ട് നിനക്ക് പ്രാന്തായിരുന്നു ഈ വഴി കൂടെ വരാൻ. നൊസ്റ്റാൾജിയ. എടാ, ഞായറാഴ്ച സിനിമ കഴിഞ്ഞിട്ട് നാളെ തൊട്ട് സ്കൂളിൽ പോകുന്ന പോലെ തോന്നടാ. എടി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മമ്മി വല്ലതും പറഞ്ഞായിരുന്നോ? മമ്മി പറഞ്ഞു. നീ ഇപ്പം ഞാൻ നോക്കിയിട്ടങ്ങ് ചെയ്തോ. നിനക്ക് വെളിയനും ഇവിടെ ഒന്നൂടെ? എടാ പാവോടാ, നീ ന്യൂസിലാൻഡിൽ കൊണ്ടുവന്ന് ഓർത്തിരിക്കാൻ മമ്മി. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അളിയൻ വരുന്നുണ്ട്. എന്തല്ലേ അളിയൻ വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ല മഴ വന്നിട്ട് പോട്ടെ. ശരി ശരി എന്നാ. ശരി എന്നാ, ആയിക്കോട്ടെ. നിന്റെ മുഖം എന്താ പാടിയിരിക്കണേ? നീ വേണമെങ്കിൽ 2 ദിവസം കൂടി നിന്നിട്ട് പോരെ. എന്നാ ശിവചേട്ടനും കൂടി നിൽക്കോ? അയ്യോ, ഞാൻ നിൽക്കൂല. എനിക്ക് പേടിയാ. ഞാനങ്ങനെ വേറൊരാൾ വീട്ടിൽ പോയി നിൽക്കാറില്ല. എനിക്ക് പേടിയാ. നമുക്കേ നമ്മുടെ വീട്ടിൽ പോ. എന്താന്ന്? നമ്മുടെ വീട്ടിൽ പോ. കുരുമുളക് പ്രത്യേകം പറഞ്ഞു. മമ്മി ആവശ്യത്തിന് കൂടുതൽ പപ്പായ്ക്ക് ഗിഫ്റ്റ്. സോറി, ഡയലോഗ് മാറിപ്പോയി. ഡയലോഗ് തെറ്റിച്ചു. ഇങ്ങനെ ആയിക്കോട്ടെ. എന്താ എവിടെ നിന്നോട്ടോ എൽസിനേട്ടാ പോണ്ടേ?